നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കോഴിക്കോട് കോട്ടുള്ളിയിലുള്ള മുഹമ്മദ് റിയാസിന്റെ വസതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ആ വീടിന് പുറത്തും മുഹമ്മദ് റിയാസ് എംഎൽഎയുടെ വീടിന് പുറത്തും പ്രവർത്തകരുടെ കൂട്ടമുണ്ട്. നമുക്ക് വസീഫിനെ ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് കടക്കാനുള്ള വഴി ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. വർഷ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വർഷ, ഏറ്റവും ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞോ? നേതാക്കൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തകർ അവർക്ക് വഴിയൊരുക്കി കൊടുത്തോ? എന്താണ് കോഴിക്കോട് കോട്ടുള്ളിയിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥർ പുറത്തു കടക്കുന്നത് കാണാം. കോഴിക്കോട് കോട്ടുള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് മുൻ മന്ത്രി ഇപ്പോഴത്തെ MLA മുഹമ്മദ് റിയാസിന്റെ വസതി. അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഉണ്ടായിരുന്നു. വളഞ്ഞിട്ടാക്രമിച്ചോളൂ, വളഞ്ഞിട്ടടിച്ചോളൂ, ഞങ്ങൾ ഇഡിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഫേസ്ബുക്ക് കുറിപ്പ് നമ്മൾ മുഹമ്മദ് റിയാസിന്റേത് രാവിലെ കണ്ടതാണ്. ഏതായാലും പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തു കടക്കാൻ കഴിയാതെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തകർ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. പുറത്ത് പ്രതിഷേധത്തിന്റെ കോട്ടയാണ് നമ്മൾ എല്ലായിടങ്ങളിലും കാണുന്നത്. ഉദ്യോഗസ്ഥർക്ക് പുറത്തു കടക്കാൻ വഴിയൊരുക്കും. വളരെ സാവധാനമാണ് ഈ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ ഒരേ സമയം കേരളത്തിൽ പലയിടങ്ങളിൽ 12 ഇടങ്ങളിൽ അവരുടെ പരിശോധന നടക്കുകയാണ്. ഡോക്ടർ ഉന്മേഷ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പിണറായിയിലെയും കോഴിക്കോട്ടിലെയും. അതെ, അവിടെ പ്രതിഷേധം ഇപ്പോഴും ശക്തമാണ്. പിണറായിയിലെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം അത് കോഴിക്കോട് മുൻമന്ത്രി ഇപ്പോഴത്തെ MLA PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധമാണ്. വർഷ, പ്രവർത്തകരുടെ പ്രതിഷേധമാണല്ലോ വിവരങ്ങൾ. അതേ ഉന്മേഷ്, പ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഗേറ്റിന് പുറത്തേക്ക് വാഹനങ്ങൾ കടന്നുവെങ്കിലും റോഡിന് സമീപം വാഹനങ്ങൾ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിലേക്ക് കടന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഇഡി ഉദ്യോഗസ്ഥരെ ഗേറ്റിന് പുറത്ത് കടക്കാൻ വേണ്ടി പ്രവർത്തകർ അനുവദിച്ചത്. ശേഷം റോഡിലേക്ക് പ്രതിഷേധം ഇറങ്ങുന്നു. എന്തായാലും ഇഡി ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കടക്കാൻ, റോഡിന് പുറത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നതാണ് പ്രവർത്തകരുടെ നിലപാട്. എന്തായാലും ഇങ്ങനെ മാത്രം കള്ളക്കേസാണ്, അതുകൊണ്ട് തന്നെ ഇവർ ഈ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ വഴിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഇത് കള്ളക്കേസാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതുമായിരുന്നു CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആരോപണം. രാവിലെ മുതൽ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെത്തി ഓരോ നേതാക്കളും പ്രതികരിച്ചതും അക്കാര്യം തന്നെയാണ്. തുടർന്ന് മുതലക്കോത്ത് ഉൾപ്പെടെ വലിയ പ്രതിഷേധവും നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോഴും പ്രതിഷേധം തന്നെയാണ്. വലിയ രീതിയിൽ റോഡ്, ഇതൊരു ചെറിയ കട്ട് റോഡാണ്, റോഡ് ഫുൾ തടസ്സപ്പെടുത്തിയുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും പ്രവർത്തകർ മാറുന്നില്ല. വലിയ രീതിയിൽ ഈ റോഡിന് സമീപം കൂട്ടം കൂടി നിന്നുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇഡി ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രവർത്തകർ പറയുന്നത്. നേരത്തെ പ്രതിഷേധിച്ച പ്രവർത്തകരെ കൂടാതെ റോഡിൽ നിരവധി പ്രവർത്തകർ കൂടെ എത്തിയിരുന്നു. എന്തായാലും എല്ലാവരും കൂടെ ഈ ഇഡിയുടെ കാർ തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റോഡിൽ നിന്നും മാറാൻ വേണ്ടി പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പോലീസ് ഉൾപ്പെടെ ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിലും തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇഡിയുടെ വാഹനത്തിന് നേരെ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, എന്തായാലും തുടക്കം മുതൽ തന്നെ പറഞ്ഞ പോലെ കള്ളക്കേസാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും എന്തിനു വേണ്ടിയാണ് PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ ഇത്തരമൊരു റെയ്ഡ് നടത്തിയതെന്നുള്ളതാണ് പ്രവർത്തകരുടെ പ്രധാനമായുള്ള ചോദ്യം. മറ്റൊരു കാര്യം പറഞ്ഞത് PA മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണ് ഇത്. ആ വീട്ടിലാണ് രാവിലെ 6 മണി മുതൽ ഇപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു റെയ്ഡ് നടത്തുന്നത്. ഒരാളെ പോലും ഉള്ളോട്ട് കടത്തിവിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളാണ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അനുവദിച്ചില്ല. വക്കീലിനെ പോലും ഉള്ളോട്ട് കടത്തിവിടില്ല എന്നുള്ള കാര്യമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വീടിന് മുന്നിൽ ഇവർ കുത്തിയിൽ പ്രതിഷേധം നടത്തിയത്. ശേഷം ഇഡി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവർ വഴിമാറി നൽകിയിരുന്നു. എന്നാൽ റോഡിൽ നിന്നും ഇഡിയെ കടന്നു പോകാൻ വേണ്ടി പ്രവർത്തകർ അനുവദിക്കുന്നില്ല. പ്രവർത്തകരെ ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ ഇടപെട്ട് ഇപ്പോൾ അതിനിടയിൽ ഒരു വിവരം വരുന്നുണ്ട്. കണ്ണൂരിൽ റെയ്ഡ് പൂർത്തിയായിരിക്കുന്നു. ഇഡിയുടെ മകസർ ഇങ്ങനെയാണ്: രാവിലെ 8:30ക്കാണ് അവിടെ റെയ്ഡ് തുടങ്ങിയത്. ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണോ പരിശോധന, അതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കിട്ടിയിട്ടില്ല എന്നാണ് ആ മഹസറിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, നേതാക്കളുടെ കൂടിയാലോചന നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താണ് ഈ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്?
എന്തായാലും ഉന്മേഷ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് CPIM-ന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഈ ED ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നത്. മഹസർ റിപ്പോർട്ട് എഴുതിയെടുത്തിട്ട് പോയ മഹസർ റിപ്പോർട്ട് വായിച്ചു നോക്കുകയായിരുന്നു MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ. അതിൽ ഈ നാണു എന്ന് പറയുന്ന കെയർടേക്കർ, പിണറായി വിജയന്റെ ബാല്യകാല സുഹൃത്ത് കൂടിയായിട്ടുള്ള ആളാണ് നാണുവാണ് ഈ വീടിന്റെ കെയർടേക്കർ. അദ്ദേഹമാണ് ഈ റെയ്ഡ് നടന്ന സമയത്ത് അകത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ മഹസർ തയ്യാറാക്കി അദ്ദേഹമാണ് ഒപ്പിട്ടത്, സാക്ഷിയായി ഒപ്പിട്ടത്. അദ്ദേഹത്തിനാണ് ഇത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. തുടങ്ങി അതിനുശേഷം ഈ MV ജയരാജൻ ഇത് വായിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട പരിശോധന 8:30-ക്കാണ് തുടങ്ങിയത് പിണറായി വിജയന്റെ വീട്ടിൽ. പക്ഷേ ഈ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കിട്ടിയില്ല എന്നുള്ളതാണ് ഈ മഹസറിൽ എഴുതിയിരിക്കുന്നത്. എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് കെയർടേക്കർ കൂടിയായിട്ടുള്ള നാണുവേട്ടനാണ്, പിണറായി വിജയന്റെ ബാല്യകാല സുഹൃത്ത് കൂടിയാണ്. ഈ വിവരം പിന്നീട് MV ജയരാജൻ പുറത്തിറങ്ങി മൈക്കിലൂടെ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്ക് സുഗമമായി ഇവിടുന്ന് പോകാൻ പ്രവർത്തകരോട് ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് മാറാനും MV ജയരാജൻ ആവശ്യപ്പെട്ടു. പ്രകടനമായി അവരുടെ എതിർപ്പ്, പ്രതിഷേധമൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെയാണ്, BJP-ക്കെതിരെയാണ്, RSS-നെതിരെയാണ്. അവർക്കെതിരെയാണ് പ്രതിഷേധം നടത്തേണ്ടതെന്ന് പ്രവർത്തകരോട് പറയുന്നു. അതിനുശേഷം ഇവിടുന്ന് പ്രകടനമായി പിണറായിലേക്ക് പോകാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുന്നിൽ കെട്ടിയിരുന്ന ഫ്ലെക്സ് ബോർഡ് അത് ED-ക്കും VD-ക്കുമെതിരെ എന്നുള്ള എഴുതിയിരുന്ന ഫ്ലെക്സ് ബോർഡാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.